പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുവചനത്തിൻ്റെ ആഴങ്ങൾ തൊടാൻ നാം ഏവരെയും സഹായിക്കുന്ന പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വചന പരിചിന്തനങ്ങൾക്കായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന 4 വചനഭാഗങ്ങൾ. ഒന്നാമത്തേത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. രണ്ടാമത്തേത് ഏശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. മൂന്നാമത്തേത് വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. നാലാമത്തേത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ എന്നിവയാണ്. ഇതിലെ ആദ്യത്തെ വായന നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ പ്രധാനമായി 3 കാര്യങ്ങളാണ് വ്യക്തമാക്കപ്പെടുന്നത്. ശത്രുക്കൾ ശക്തരാണ്, ദൈവം അവരെക്കാൾ ശക്തനാണ്, ശത്രുക്കളോട് യുദ്ധത്തിൽ നിങ്ങൾ നേടുന്ന വിജയം അത് ദൈവത്തിൻ്റെതാണ്, അത് നിങ്ങളുടേതല്ല. ഈ 3 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. ശത്രുക്കൾ ശക്തരാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നു, ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ്. അനാക്കിമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെ പറ്റി നിങ്ങൾ പറഞ്ഞിരുന്നുവോ അവരാണത്. ശത്രുക്കൾ അതിശക്തരാണ്, അനാക്കിമിൻ്റെ മക്കളാണ്. ഈ അനാക്കിം ആരാണ്? അനാക്കിമിൻ്റെ മക്കളെക്കുറിച്ച് എന്ത് കാര്യമാണ് തിരുവചനം നമ്മളോട് പറയുന്നത് എന്നറിയാൻ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 28-ാം തിരുവചനം ഒന്ന് പരിശോധിക്കാം. അവിടെ പറയുകയാണ്, ആ ജനങ്ങൾ നമ്മളെക്കാൾ വലിയവരും ഉയരം കൂടിയവരും അത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശമുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിൻ്റെ സന്തതികളെപ്പോലും കണ്ടു. സംഖ്യയുടെ പുസ്തകം 13:33 പറയുന്നു, നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിമിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. ചുരുക്കത്തിൽ അനാക്കിമുകൾ എന്ന് പറയുന്നത് വലിയ ഉയരവും ആകാര സൗഷ്ഠവുമുള്ള വലിയ രൂപങ്ങളുള്ള മനുഷ്യരാണ് എന്ന് ഈ ജനം മനസ്സിലാക്കിയിരുന്നു. ശത്രുക്കൾ ശക്തരാണ്. പക്ഷേ ഈ ശത്രുക്കളോട് ഏറ്റുമുട്ടാനായി ഈ ജനം പോകുമ്പോൾ, യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് അവരെക്കാൾ ശക്തനാണ് എന്ന് തുടർന്ന് വരുന്ന തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നത് എന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവരെ, നിങ്ങളുടെ ശത്രുക്കളെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു. ചുരുക്കത്തിൽ ദൈവമായ കർത്താവാണ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവ് ശക്തനാണ് എന്ന് പറയുന്നു. കർത്താവിൻ്റെ ശക്തി എപ്പോഴൊക്കെയാണ് പ്രകടമായത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എന്നും വ്യക്തമാക്കുന്നുണ്ട്. അവർ ചെങ്കടൽ കടന്നപ്പോൾ
കർത്താവിൻ്റെ ശക്തി അതിശക്തമായി പ്രകടമായി. 3, വിജയം നിങ്ങളുടേതല്ല, കർത്താവിൻ്റേതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കർത്താവാണ് വിജയം നൽകുന്നത്. അതുകൊണ്ടാണല്ലോ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നത്, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ വിജയം, ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും പൈശാചിക ശക്തികളോട്, ബന്ധനങ്ങളോട്, നമ്മുടെ തന്നെ പ്രലോഭനങ്ങളോടൊക്കെ നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഓർക്കുക, ശത്രു ശക്തനാണ്. എന്നാൽ നമ്മെ സംരക്ഷിക്കുന്ന ദൈവം അതിശക്തനാണെന്നും അവിടുത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന ബോധ്യവും നമുക്കുണ്ടെങ്കിൽ, രക്ഷയുടെ അടിസ്ഥാനം കൃപയുടെ കാരുണ്യം, ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആത്യന്തികമായ വിജയം നമുക്ക് ലഭിക്കുമെന്ന് ഈ 1-ാം വായന വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ 4 കാര്യങ്ങൾ പ്രവാചകൻ ഏറ്റുപറയുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുന്നു. അവിടുന്ന് നിസ്സഹായർക്ക് നീതി നടത്തുന്നു. കർത്താവായ ദൈവമേ, അവിടുന്നാണ് യഥാർത്ഥ രക്ഷകൻ. ഇത് ഈ പ്രവാചകന്റെ വിശ്വാസ ബോധ്യമാണ്. ഈ പ്രവാചകന്റെ വിശ്വാസ അനുഭവമാണ്. ചരിത്രത്തെ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രവാചകത്വത്തോടുകൂടെ ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നുകളിൽ അകൃത്യങ്ങൾ മാത്രം ചെയ്യുന്ന ജനത്തോട് ദൈവം കാണിക്കുന്ന വലിയ കാരുണ്യത്തെ കാണുമ്പോൾ, അതിനെല്ലാം സാക്ഷിയായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരമായ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, അങ്ങേക്ക് സ്തുതി. കാരണം അവിടുന്ന് തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുന്നു. അവിടുന്ന് നിസ്സഹായർക്ക് നീതി നടത്തുന്നു. കർത്താവായ ദൈവമേ, അവിടുന്നാണ് രക്ഷകൻ. ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് 25-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം കുറിക്കുന്നു, കർത്താവെ, അങ്ങാണെൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് 2-3 തിരുവചനങ്ങൾ വരുന്നത്. അവിടെ പറയുകയാണ്, അങ്ങ് നഗരത്തെ കൽക്കുമ്പാരമാക്കി. ദുഷ്ടതയുടെ കോട്ടക്കൊത്തളങ്ങളെ ദൈവം കൽക്കുമ്പാരമാക്കി. സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി. ഇത്തരത്തിൽ ദൈവം തിന്മയുടെ ശക്തികളെ നിശേഷം നശിപ്പിക്കുന്നവനാണ്, അതിന് കഴിവുള്ളവനാണെന്ന് ഓർക്കുകയാണ്. 3-മതായി പറയുകയാണ്, ദൈവം നിസ്സഹായർക്ക് നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ്. 25-ാം അധ്യായത്തിൻ്റെ 4-5 തിരുവചനങ്ങളിൽ അതാണ് പറയുന്നത്. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവേലിൽ തണലുമാണ് അവിടുന്ന്. പാവപ്പെട്ടവർക്ക്, നിസ്സഹായർക്ക് നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ് അവിടുന്ന് എന്ന് ഏറ്റുപറയുന്നു. ഈ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറയുകയാണ്, കർത്താവേ, കർത്താവായ ദൈവമേ, അവിടുന്നാണ് രക്ഷകൻ എന്ന്. 25-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിക്കാം. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീരവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതാണ്. വിരുന്നൊരുക്കുന്നവനാണ് കർത്താവ്. തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുന്നവനാണ് കർത്താവ്. മരണത്തെ കീഴടക്കുന്നവനാണ് കർത്താവ്. കണ്ണീർ തുടയ്ക്കുന്നവനാണ് കർത്താവ്. ജനത്തിൻ്റെ അവമാനം നീക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ഈ കർത്താവ് ഞങ്ങളുടെ രക്ഷകനാണ് എന്ന ജനത്തിൻ്റെ വിശ്വാസബോധ്യം ഇവിടെ പ്രവാചകന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ്.
മൂന്നാമത്തെ വായന വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഗ്രീസിലെ മാസിഡോണിയ പ്രദേശത്തെ ഒരു വലിയ നഗരമായിരുന്നു ഫിലിപ്പി. തൻ്റെ 2-ാം പ്രേക്ഷിത യാത്രാവേളയിലാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ നഗരത്തിലെത്തുന്നതും അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതും അങ്ങനെ അവിടെ ഒരു സഭ സ്ഥാപിക്കുന്നതും. ഈ സഭ പിന്നീട് ഉള്ള കാലയളവിൽ വിശുദ്ധ പൗലോസ്ലീഹായോട് വലിയ ആദരവും മഹാമനസ്കതയും ഉദാരതയും കാണിച്ചിട്ടുള്ള ഒരു സഭയായിരുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ തലത്തിൽ പൗലോസ്ലീഹായെ സഹായിച്ചിട്ടുള്ള, ഉദാരത കാണിച്ചിട്ടുള്ള ഈ സഭയ്ക്ക് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും അതോടൊപ്പം ഈ സഭ അടിയുറച്ച് വിശ്വസിക്കേണ്ട ചില കാര്യങ്ങളുടെ ദൈവശാസ്ത്രപരമായ മാനങ്ങൾ അനാവരണം ചെയ്തുകൊണ്ടുമാണ് ഈ ലേഖനഭാഗം എഴുതിയിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ലേഖനഭാഗത്തിൽ വളരെ പ്രത്യേകമായി പരിച്ഛേദനത്തെ സംബന്ധിച്ചിട്ടുള്ള ദൈവശാസ്ത്ര തർക്ക വിതർക്കങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ആ ഭാഗത്ത് പരിച്ഛേദനവാദികളായ ചിലരുണ്ടായിരുന്നു. ആരാണ് പരിച്ഛേദനവാദികൾ? യഹൂദമതത്തിൽ ജീവിച്ചിരുന്നവർ പിന്നീട് ക്രിസ്തു വിശ്വാസം, ക്രിസ്തു മാർഗം പിന്തുടർന്നപ്പോൾ അവർ നിഷ്കർഷിച്ചിരുന്ന ഒരു കാര്യം, വിജാതീയ മതങ്ങളിൽ നിന്നും ക്രിസ്തു മാർഗം പിന്തുടരുന്നവരെല്ലാം അവരെപ്പോലെ തന്നെ പരിച്ഛേദനം ചെയ്തവരായിരിക്കണം എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ ഉള്ള ആളുകളോട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലുള്ള പരിച്ഛേദനത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അഭിമാനിക്കേണ്ട. അത്തരത്തിൽ അഭിമാനിക്കാനാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ, എന്നാൽ കുറച്ചുകൂടി ആഴമേറിയ അളവിൽ യഹൂദനും പരിച്ഛേദിതനുമാണ് ഞാൻ. എന്നാൽ ഈ ഞാൻ പറയുന്നു, ശരീരത്തിലുള്ള പരിച്ഛേദനത്തെക്കാൾ ആത്മീയമായ പരിച്ഛേദനമാണ്, മാനസാന്തരത്തിൻ്റെ പരിച്ഛേദനമാണ് പ്രധാനം എന്ന് പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. അപ്പോൾ പരിച്ഛേദനവാദികളെ കുറിച്ച് പറയുന്നത് 3-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളിലാണ്. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ആരാണ് യഥാർത്ഥ പരിച്ഛേദിതർ? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ശരീരത്തിൽ നടത്തുന്ന പരിച്ഛേദനം ഉപരിവിപ്ലവമായ ഒന്നാണ്. എന്താണ് യഥാർത്ഥ പരിച്ഛേദനം? ആത്മാവിൽ ആരാധിക്കുന്ന, യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്ന, ശരീരത്തിൽ പ്രത്യാശ അർപ്പിക്കാത്ത ഒരുവന്റെ മനോഭാവം, അതാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദനമെന്ന് വ്യക്തമാക്കുന്നു. പിന്നീട് പൗലോസ്ലീഹ പറയുന്നു, അഥവാ ശരീരത്തിലെ ഉപരിവിപ്ലവമായ തരത്തിലുള്ള പരിച്ഛേദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ്. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണ് ഞാൻ. നിയമപ്രകാരം ഫരീസേയനാണ്. തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിക്കാൻ പോയവനാണ്. ഇതെല്ലാമായിരുന്നിട്ടും ക്രിസ്തു മാർഗത്തെ പിന്തുടർന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കി എന്ന് പറയുന്നു. കാരണം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും
നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ വചനഭാഗത്ത് ഒരു ആത്മീയ സമ്പത്തിനെ കുറിച്ചുകൂടി പറഞ്ഞാണ് ഈ വചനഭാഗം അവസാനിപ്പിക്കുന്നത്. അവിടെ പറയുന്ന ആത്മീയ സമ്പത്ത് വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്, നീതീകരണമാണ്. കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട്, അവിടുത്തെ മരണോത്ഥാനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസം വഴി ലഭിക്കുന്ന നീതീകരണമാകുന്ന വിശ്വാസത്തിൻ്റെ നിധി, ആത്മീയ നിധി, അത് പ്രാപിക്കാൻ ഈ ജനത്തെ, ഫിലിപ്പിയരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ വചനഭാഗം അവസാനിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. അവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ്, 2 ഭാഗങ്ങളായി നമുക്ക് ഈ വചനഭാഗത്തെ തിരിക്കാം. 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ശിഷ്യരുടെ, ജനസമൂഹത്തിൻ്റെ വിശ്വാസക്കുറവിനെ വെല്ലുവിളിക്കുകയാണ്. 2-ാം ഭാഗത്ത് 17-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ രഹസ്യമായി തൻ്റെ ശിഷ്യരെ മാത്രം അടുത്ത് വിളിച്ച് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ബോധ്യങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? 17-ാം അധ്യായത്തിൻ്റെ 14, 21 തിരുവചനങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 1, 2 തിരുവചനങ്ങളൊന്ന് വായിക്കണം. അവിടെ പറയുന്നു, യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ചുരുക്കത്തിൽ രൂപാന്തരീകരണം കഴിഞ്ഞ് ഈശോയും അനുയാത്ര ചെയ്തിരുന്ന 3 ശിഷ്യരും രൂപാന്തരീകരണത്തിൻ്റെ മലയിറങ്ങി വരുമ്പോൾ മലയടിവാരത്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മലമുകളിൽ വിശ്വാസത്തിൻ്റെ വലിയ അനുഭവം, വിശ്വാസ ദീപ്തി, വെളിപാടുകളുടെ നിറവ്, ഇതെല്ലാം അനുഭവിച്ച് ഈശോയും ശിഷ്യരും ഇതാ താഴെ മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് അവിശ്വാസത്തിൻ്റെ കാർമേഘങ്ങളാണ്. ഈ അവിശ്വാസത്തിൻ്റെ കാർമേഘങ്ങൾക്കിടയിൽ തൻ്റെ പ്രവർത്തനം, തൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര, അത് തുടരാൻ തീരുമാനമെടുക്കുന്ന, തിന്മയുടെ ശക്തികളെ പുറത്താക്കുന്ന കർത്താവിൻ്റെ അതിശക്തമായ, അത്ഭുതകരമായ ഇടപെടലാണ് ഇന്നത്തെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു പിതാവ് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. വിശ്വാസ ദീപ്തിയുടെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ആ താഴ്വാരത്ത് ഈശോയെ കാത്തിരിക്കുന്നത് ഒരു പിതാവാണ്. ഈ പിതാവിന് ഒരു ദുഃഖമുണ്ട്, ഒരു രോദനമുണ്ട്. ആ രോദനം തൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നതിൽ നിന്ന്, ആ കുട്ടിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാവുന്നുണ്ട്. ഈ കുട്ടിക്ക് ഒരു എപ്പിലെപ്സി അഥവാ അപസ്മാര രോഗിയാണ്. അതോടൊപ്പം തന്നെ ഇടവിട്ടുണ്ടാകുന്ന പൈശാചികമായ പീഡനങ്ങളും ഈ കുട്ടി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ദൈവിക ഇടപെടൽ ഉണ്ടാകണം, അവിടുത്തെ കരുണയുണ്ടാകണമെന്ന് താഴ്മയോടുകൂടെ ഈ അപ്പൻ തൻ്റെ മകന് വേണ്ടി യാചിക്കുകയാണ്. ഈ സമയം ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: അങ്ങയുടെ ശിഷ്യരുടെ അടുത്ത് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി, പക്ഷേ അവർക്ക് ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശിഷ്യർക്ക് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ
സൗഖ്യാനുഭവം നൽകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ശിഷ്യരുടെ വിളിയുടെ തന്നെ ലക്ഷ്യം രോഗശാന്തി കൂടിയായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി എന്ന്. ഈ അധികാരം, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം, രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനുള്ള അധികാരം ശിഷ്യർക്ക് ഈ നിമിഷം ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ശിഷ്യർ ഇവിടെ പരാജയപ്പെടുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ചോദ്യം ശിഷ്യരുടെ മനസ്സിലുമുണ്ട്. പിന്നീട് ഈശോ ഈ മകനെ സുഖപ്പെടുത്തിയതിനൊക്കെ ശേഷം ശിഷ്യർ രഹസ്യമായി ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരാജയം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പരമമായ ഈ വലിയ അധികാരങ്ങൾ, തിന്മയുടെ ശക്തിക്ക് മേലുള്ള അധികാരങ്ങൾ, രോഗത്തിന് മേലുള്ള അധികാരങ്ങൾ, പാപത്തിന് മേലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? വളരെ വ്യക്തമായി ഈശോ അവർക്ക് ഉത്തരം നൽകുന്നു. അത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ്. അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയത്. ഇത്തരത്തിൽ അല്പവിശ്വാസികളെ കുറിച്ച് ഈ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന് തന്നെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം: ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. മറ്റൊരവസരത്തിൽ 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അവിടുന്ന് തന്റെ ശിഷ്യരോട് പറയുകയാണ്, കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന വഞ്ചിയിൽ കിടന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ എന്ന് നിലവിളിക്കുന്ന ശിഷ്യരോട് അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 14-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നു, ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? പറയുന്നത് മറ്റാരോടുമല്ല, പത്രോസിനോടാണ്. ആദ്യത്തെ മാർപ്പാപ്പ ജലത്തിലൂടെ നടന്ന് തൻ്റെ അല്പവിശ്വാസം മൂലം ജലത്തിൽ താഴുന്ന ആ സമയം വന്നപ്പോൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ്, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? 16-ാം അധ്യായം 8-ാം വാക്യം അവിടെ ഫരീസയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ തങ്ങളുടെ കയ്യിൽ അപ്പമില്ലാത്തത് കൊണ്ടായിരിക്കും ഇവൻ തങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് മനസ്സിൽ ശങ്കിച്ച ശിഷ്യരോട് പറയുന്നു. യേശു ഇതറിഞ്ഞ് അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? ചുരുക്കത്തിൽ ഈശോ നൽകിയ അധികാരങ്ങൾ, തിന്മയുടെ ശക്തിയുടെ മേൽ, പൈശാചിക ശക്തിയുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പാപത്തിൻ്റെ മേൽ നൽകിയ അധികാരം, അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ പോകുന്നത് അല്പവിശ്വാസം കൊണ്ടാണ്, ചഞ്ചല ചിത്തം കൊണ്ടാണ് എന്ന് ഈ തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. 3 കാര്യങ്ങൾ: ഡെഫിഷ്യൻസി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കുറവ്; വിശ്വാസത്തിൻ്റെ ശക്തിയിലുള്ള ബോധ്യമില്ലായ്മ, ലാക്ക് ഓഫ് കൺവിക്ഷൻ; വിശ്വാസ ജീവിതത്തിലുള്ള കുറവ്. വിശ്വാസ ജീവിതം നയിക്കാൻ വിശ്വാസ ബോധ്യങ്ങളിൽ കുറവ് വരുമ്പോൾ വിശ്വാസത്തിൽ തന്നെ കുറവ് സംഭവിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് അന്യമായി തീരും എന്ന് ഈശോ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ബോധ്യം ഇതാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
രൂപാന്തരീകരണത്തിൻ്റെ മഹത്തായ അനുഭവം ലഭിക്കുന്ന മലയിൽ നിന്നും നാം ഇറങ്ങുമ്പോൾ, വലിയ ദൈവാനുഭവത്തിൻ്റെ മലയിൽ നിന്നും നാം ഇറങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ താഴ്വാരങ്ങളിൽ, മലയടിവാരങ്ങളിൽ തിന്മയുടെ ശക്തികൾ ഒരുപക്ഷെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാകാം. രോഗത്തിൻ്റെ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാകാം. അവിടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഈ പാപത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, തിന്മയുടെ ശക്തികളെ പുറത്താക്കാൻ, നിഷ്കാസനം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അടിയുറച്ച ആഴമേറിയ വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നോർക്കുക. മത്തായി 19:26 യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകത്തിൻ്റെ 4:13 നമ്മൾ വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും